പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ഫദൽ റോക്സ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചെണ്ട ലോകത്തിലെ രാജാവ് കാൽവരി ജോസേട്ടനെയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ജോസേട്ടാ. നമസ്കാരം. എന്താണ് ചെണ്ടയെ കുറിച്ചിട്ട് രണ്ടു വാക്ക്? ചെണ്ടേനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 10-26 വർഷം മുന്നേ തുടങ്ങി വെച്ചൊരു സംരംഭമാണ് ഈ ചെണ്ട എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെന്റ്. ഈ കേരളത്തിലെ കലാകാരന്മാർക്ക് അത് സുലഭമായി ലഭ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഏറ്റവും ഈ ചെണ്ടേനെ ഇത്ര ജനകീയമാക്കാനായിട്ട് ആ 26 വർഷം മുന്നേ ആരംഭിച്ച ആ ഒരു പദ്ധതി അത് അതിൻ്റെ പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു ചാരിതാർത്ഥ്യം എനിക്ക്. ഒത്തിരി കലാകാരന്മാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെണ്ടകളും അനുബന്ധ സാധനങ്ങളും എടുക്കാനും യഥേഷ്ടം അത് ഉപയോഗിക്കാനും അത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈ ശിങ്കാരിമേളം എന്ന കലാകാരന്മാർക്കും ചെണ്ടമേളം ചെയ്യുന്ന കലാകാരന്മാർക്കൊക്കെ ഇത് സ്പോട്ടിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യകതയില്ല. ഇപ്പോൾ ഒത്തിരി പേര് ഈ രംഗത്ത് കയറി വന്ന കാരണം അതിൻ്റെ ഒരു കുറവ് നമുക്കുണ്ടായിരുന്നു. അതല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഇത്തരം ജനകീയമായിട്ട് ഈ ചെണ്ടയെ കിട്ടാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു പങ്ക് ഞാൻ വഹിച്ചു. ഉണ്ടല്ലോ. അതിന്റെ തുടക്കം തന്നെ നമ്മുടെ ഇതിന്റെ ആരംഭം കുറിച്ചത് ചെണ്ടയായിട്ടല്ല. ഞാൻ 2 കീബോർഡാണ് ഇത് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. അത് ഞാനിട്ട സ്ഥാപനത്തിന്റെ പേരാണ് കാൽവരി മ്യൂസിക് ഓഫ് മദർ തെരേസ. അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്ത് തുടങ്ങിയിട്ടാണ് പിന്നീടാണ് ടീം സ്വന്തമായിട്ട് രൂപീകരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്ന് നിലവിൽ നമുക്ക് 5 ഗ്രൂപ്പുകളായിട്ട് 150 കലാകാരന്മാർ ഇവിടെയും അതുപോലെ തന്നെ ചാലക്കുടി, പാലക്കാട്, വൈപ്പി എന്നീ പ്രദേശങ്ങളിലായിട്ട് 150 കലാകാരന്മാർ സ്വന്തമായിട്ട് നമ്മുടെ കാൽവരിയുടെ കീഴിൽ അണിനിരക്കുന്നു. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ചേ നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണ ഒച്ച പോലെ,
എൻ്റെ അമ്മ മണ്ണോടു മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളൂ, അപ്പം തന്നല്ലേ പറയാറുള്ളൂ. കൊറോണ വന്നപ്പോ ജോസേട്ടനുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ്. കൊറോണ എന്ന ഈ പ്രതിഭാസം നമ്മുടെ നാട്ടിൽ ഉടലെടുത്തപ്പോൾ അത് പെട്ടെന്ന് ഒരു വരവായിരുന്നു. അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു സീസണിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ കൊറോണ ചേട്ടൻ കയറി വരുന്നത്. അതോടുകൂടി എന്താ വെച്ചാൽ കമ്മിറ്റിക്കാർ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ടാകുന്ന പരിപാടി നമ്മുടെ മാത്രമല്ല, ഈ കേരളത്തിൽ ഉടനീളമുള്ള കലാകാരന്മാർക്ക് സംഭവിച്ച കഥയാണ് പറഞ്ഞത്. പെട്ടെന്ന് ഇത് സ്ട്രക്കായതോടുകൂടി ഏൽപ്പിക്കപ്പെട്ട പരിപാടികളൊന്നും നടത്താൻ പറ്റാതെ വരികയും കലാകാരന്മാർ പൊതുവെ ഈ പ്രൊഫഷനായിട്ട് ഇത് തന്നെ തിരഞ്ഞെടുത്തതുകൊണ്ടും അവർക്ക് പെട്ടെന്ന് വേറെ ഒരു ഫീൽഡിലേക്ക് പോകാൻ പറ്റാതെ വളരെ സ്ട്രഗിൾ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഈ കൊറോണ കാലഘട്ടം. പിന്നീട് ഈ കൊറോണ ഇപ്പോഴത്തെ അതിൻ്റെ പരിസമാപ്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒമിക്രോൺ അതിൻ്റെ മറ്റൊരു രൂപത്തിലേക്ക് വന്ന് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിട്ടുള്ള പരിപാടികളും ഇപ്പോൾ ഒരു ആശങ്കയുടെ നിഴലിലാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പെർമിഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും കലാകാരന്മാരുടെ അവസ്ഥ കുരിമേൽ കുരിയും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ വല്ലാത്തൊരു വേദനയിൽ കൂടിയാണ് ഇപ്പോൾ കലാകാരന്മാരും അതേപോലെ തന്നെ എന്നെപ്പോലെ ഉപജീവനം നടത്തുന്ന ഈ ചെണ്ട കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്കൊക്കെ ഇത് വലിയൊരു ഷോക്കാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു മുക്തി നേടിയിട്ടില്ല എന്നാണ് എനിക്കിതിപ്പോഴും പറയാനുള്ളത്. കേരളത്തിൽ മാത്രമാണോ അതോ കേരളത്തിന്റെ പുറത്തും പരിപാടികളൊക്കെ ചെയ്യാറുണ്ടോ? വർഷങ്ങളായിട്ട് കേരളത്തിന്റെ വെളിയിൽ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പരിപാടി ചെയ്യുന്നതാണ്. കാരണം വിവാഹം, ടെമ്പിൾ സെലിബ്രേഷൻസ്, ചർച്ച് സെലിബ്രേഷൻ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടികൾക്കും വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് നമ്മൾ സ്ഥിരം കലാകാരന്മാരെ അയച്ച് പ്രോഗ്രാം ചെയ്ത് വരാറുണ്ട്. കഴിയുമെങ്കിൽ ഞാനും അവരുടെ കൂടെ പോകാനും ശ്രമിക്കാറുണ്ട്. ഈ സ്ഥാപനം അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളും ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഒരു സ്റ്റാർട്ടിങ്ങിലുണ്ടായ ഒരു സ്ഥാപനമാണ് ഇവിടുത്തെ സ്ഥാപനം, കുറ്റേക്കലിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം. പിന്നീട് നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്ന് പറഞ്ഞ പോലെ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ ഇതിന്റെ ബ്രാൻഡുകളായിട്ട് തുടങ്ങി. ചാലക്കുടിയിൽ തുടങ്ങി, അതുപോലെ തന്നെ പാലക്കാട് തുടങ്ങി, പാലക്കാട് കോട്ടായി കരിയംകുളം സ്ഥലത്ത് തുടങ്ങി. പാലക്കാട് ജില്ലയിൽ തന്നെ നെന്മാറയിൽ തുടങ്ങിയിട്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തപ്പോൾ. അതുപോലെ പാലക്കാട് ജില്ലയുടെ തന്നെ കുളപ്പുള്ളി അടുത്ത് കൈലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നിർത്തേണ്ടി വരും. മലപ്പുറം ജില്ലയിൽ തിരൂർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ഇപ്പം നിർത്തി. കോഴിക്കോട് ജില്ലയിൽ നമ്മൾ തുടങ്ങിയില്ലായിരുന്നു. അതുപോലെ തന്നെ വൈപ്പിന് തുടങ്ങിയതാണ്, എറണാകുളം ജില്ലയിൽ വൈപ്പിന് തുടങ്ങിയിട്ടായിരുന്നു, അത് നിർത്തി. പിന്നെ കൊട്ടാരക്കരയിൽ നമ്മൾ സ്ഥാപനം ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ ഈ കൊറോണ സമയത്ത് അത് നിർത്തി. ഇപ്പം നിലവിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയാനായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥാപനം, അതുകൂടാണ് പാലക്കാട് കോട്ടായി കരിയംകുളം സ്ഥലത്ത് നിൽക്കുന്നു, പറഞ്ഞ് ചാലക്കുടി വെള്ളാഞ്ചേരി സ്ഥിതി ചെയ്യും. ഇങ്ങനെ ഈ 3 സ്ഥാപനമാണ് ഇപ്പം നിലനിർത്തി കൊണ്ടുപോകുന്നത്. Allah.